ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്, അതും ഓൺ വോയിസിൽ. അതിൻ്റേതായ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. നമുക്ക് പതുക്കെ പഠിച്ച് മുന്നോട്ട് പോകാം അല്ലേ? അപ്പോൾ ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കൊഞ്ചിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിന് നമുക്ക് കൊഞ്ച് തീയലെന്നോ കൊഞ്ച് റോസ്റ്റെന്നോ കൊഞ്ച് തേങ്ങാപ്പാൽ കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെയാണ്. അത് ചെറിയ ജാറിലിട്ട് ചെറുതായിട്ട് ഇത്ര മതി കേട്ടോ, അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ യൂഷ്വലി നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. ആ എണ്ണ ഇങ്ങനെ നമ്മൾ ആ ചട്ടിയിലൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. അതിനുശേഷം കടുക് ഇട്ടു. കടുക് പൊട്ടി കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നമുക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്ന് പറഞ്ഞിട്ട് നല്ല ഓവറായിട്ടൊരു ബ്രൗൺ കളറിലേക്കൊന്നും എത്തണ്ട. ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന സമയത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമണം പോകുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷവും നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളറിലേക്ക് എത്തണം കേട്ടോ. ഇതൊരു ഹാഫായിട്ടേ ഉള്ളൂ, കുറച്ചും കൂടി ബ്രൗൺ കളറിലേക്ക് വരണം. ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം സവാള വഴണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെയാണ് ഇടുന്നത്. മസാലകളൊക്കെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ പതുക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ ഈ പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ, അത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ കൊഞ്ചിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും, നല്ല വെളുത്ത കളറിലേക്ക് വരും. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു പുളി ചൂടുവെള്ളത്തിലിട്ട് ആ വെള്ളമാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ഉപ്പൊക്കെ നമുക്ക് കറക്റ്റാണോ എന്നൊക്കെ നോക്കാൻ പറ്റും. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നോക്കി നമ്മുടെ എരിയും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പം പാകമാണ്, കറക്റ്റാണ്. അപ്പോൾ തിളയൊക്കെ വന്നു. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചത് തുറന്നു, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ വെള്ളമൊക്കെ പറ്റി നല്ലൊരു റോസ്റ്റ് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തു. വെള്ളമൊക്കെ പറ്റി ആ ഒരു പുളിവെള്ളത്തിൽ നമ്മുടെ ഈ ഒരു കൊഞ്ച് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാലും നമ്മുടെ ഈ മസാലയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊരു തിളയൊക്കെ വരുമ്പോഴത്തേന് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കറിവേപ്പില പിച്ചിയാട്ടോ ഇടുന്നത്. അപ്പോഴത്തേക്കും എന്തേ കണ്ടോ, ആ ഒരു കളറൊക്കെ മാറി തേങ്ങാപ്പാലും മസാലയൊക്കെ കൂടി മിക്സായി ചെറുതായി തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിളയൊക്കെ വന്ന് ഇങ്ങനെ തിളച്ച് ചെറിയ തിളയൊക്കെ പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗീ റൈസിൻ്റെ ഒപ്പമാണ് കേട്ടോ കഴിക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ റെസിപ്പീസ്. താങ്ക് യു.